ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരെയും മില്യൺ ബിസിനസ് ചാനലിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ് നടക്കാം. ഇന്നും നിഫ്റ്റി പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. 95 പോയിൻറ്റ്സിൻ്റെ ഉയർച്ച ഉണ്ടായി. 24,270 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ബാങ്ക് ഇന്ന് 93 പോയിൻറ്റ്സിൻ്റെ കുറവാണ് ഉണ്ടായത്. 57,938 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മിഡ് ക്യാപ് 62,190 ക്ലോസ് ചെയ്തപ്പോൾ 117 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി സ്മോൾ ക്യാപ് 19,175 ക്ലോസ് ചെയ്തപ്പോൾ 7 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. ഇന്ത്യ വിക്സ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 11.79 സെൻസെക്സ് 77,763 ക്ലോസ് ചെയ്തപ്പോൾ 261 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. ഇന്നത്തെ DII FII ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ പതിവിലും വിപരീതമായി ഇന്ന് DII സെല്ലിങ്ങിലും FII ബൈയിങ്ങിലുമായിരുന്നു. DIയുടെ ഭാഗത്തു നിന്ന് 1953 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആയിരുന്നു നടന്നത്. എന്നാൽ എഫയുടെ ഭാഗത്തു നിന്ന് 1355 കോടി രൂപയുടെ നെറ്റ് ബൈയിങ് ആയിരുന്നു ഇന്ന് നടന്നത്. നിഫ്റ്റി 50 ആഴ്ചത്തെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ മൺഡേ 23,946 ക്ലോസ് ചെയ്തു. ട്യൂസ്ഡേ 23,865 ക്ലോസ് ചെയ്തു. വെനസ്ഡേ 24,005 ക്ലോസ് ചെയ്തു. തേഴ്സ്ഡേ 24,175 ക്ലോസ് ചെയ്തു. ഇന്ന് ഫ്രൈഡേ 24,270 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ആഴ്ച ആകെ നിഫ്റ്റിയിൽ 214 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. 0.89% റാലി നടത്തി. നിഫ്റ്റി 50 ഈ വർഷത്തെ മുന്നിൽ നോക്കിക്കഴിഞ്ഞാൽ ജാനുവരി 1 26,129 നിഫ്റ്റി ഇന്ന് 24,270 നിൽക്കുമ്പോൾ 7.11% ലോസാണ് ഈ വർഷം നിഫ്റ്റി 50 നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50 ലാസ്റ്റ് 12 മന്ത്സിൻ്റെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ 31 ജൂലൈ 2025 24,760 ക്ലോസ് ചെയ്ത നിഫ്റ്റി ഇന്ന് 24,275 നിൽക്കുമ്പോൾ 2.01% ലോസാണ് കാണാൻ സാധിക്കുന്നത്. ഇത് കഴിഞ്ഞ 12 മാസത്തെ ഡീറ്റെയിൽസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇന്നത്തെ കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിയുന്ന 1577 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1416 കമ്പനികൾ ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തത്. ഇന്ന് സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഓട്ടോ, നിഫ്റ്റി എനർജി, നിഫ്റ്റി മീഡിയ, നിഫ്റ്റി PSU ബാങ്ക് എന്നീ സെക്ടേഴ്സ് റെഡിൽ ക്ലോസ് ചെയ്തപ്പോൾ ബാക്കി സ്ക്രീനിൽ കാണുന്ന എല്ലാ സെക്ടേഴ്സും ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. അതിൽ നിഫ്റ്റി റിയാലിറ്റി എബൌട്ട് 2% റാലി നടത്തി. നിഫ്റ്റി ഓട്ടോ എന്ന് ക്ലോസ് ചെയ്യുന്നത് 120 പോയിൻറ്റ്സിൻ്റെ കുറഞ്ഞ് 26,988 നിഫ്റ്റി എനർജി 39,178 ക്ലോസ് ചെയ്തപ്പോൾ 528 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 12 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. 26,875 ക്ലോസ് ചെയ്തു. നിഫ്റ്റി FMCG 50,096 ക്ലോസ് ചെയ്തപ്പോൾ 11 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. നിഫ്റ്റി ഹെൽത്ത് കെയർ 16,441 ക്ലോസ് ചെയ്തപ്പോൾ 290 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. നിഫ്റ്റി ഇൻഫ്ര 9,473 ക്ലോസ് ചെയ്തപ്പോൾ 17 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. നിഫ്റ്റി IT 27,439 ക്ലോസ് ചെയ്തപ്പോൾ 474 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. നിഫ്റ്റി മീഡിയ 6 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. 1,512 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മെറ്റൽ 94 പോയിൻറ്റ്സ് ഉയർന്ന് 12,598 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 3 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. 11,136 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫാർമ 25,748 ക്ലോസ് ചെയ്തപ്പോൾ 436 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. നിഫ്റ്റി PSU ബാങ്ക് 131 പോയിൻറ്റ്സ് കുറഞ്ഞ് 8,407 ക്ലോസ് ചെയ്തു. നിഫ്റ്റി റിയാലിറ്റി ഇന്ന് 19 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. 890 ക്ലോസ് ചെയ്തു. ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞ് ഇന്ന് HCL ടെക് 5.65% റാലി നടത്തി. മാക്സ് ഹെൽത്ത് കെയർ 2.31% റാലി നടത്തി. അപ്പോളോ ഹോസ്പിറ്റൽ 2.27%, ബജാജ് ഫിൻസർവ് 2.15%, ഡോക്ടർ റെഡ്ഡി 2.11%, ഭാരതി എയർടെൽ 1.89%, സൺ ഫാർമ 1.81%, അൾട്രാടെക് സിമന്റ് 1.62%, ബജാജ് ഫിനാൻസ് 1.28% ആൻഡ് ഏഷ്യ മോട്ടോഴ്സ് 1.23% റാലി നടത്തി.
ഇന്നത്തെ ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ആക്സിസ് ബാങ്ക് 1.50% ഫോളോ കണ്ടു. M&M 1.21% ഫോളോ നടത്തി. SBI 1.10%, L&T 0.81%, ടെക് മഹീന്ദ്ര 0.79%, ബജാജ് ഓട്ടോ 0.73%, HDFC Life 0.64%, കോട്ടക് മഹീന്ദ്ര 0.64%, TMPV 0.53% ആൻഡ് NTPC 0.50% ഫോളോ നടത്തി. ഇത് ബയോ സെല്ലർ റെക്കമെൻഡേഷൻ അല്ല, ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഈ ന്യൂസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്തതായി വീക്കിലി സമ്മറി ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഈ ആഴ്ച DFI ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇന്നൊഴികെ ബാക്കി എല്ലാ ദിവസവും DI നെറ്റ് ബയേഴ്സ് ആയിരുന്നു. FIയുടെ ഭാഗത്ത് നിന്ന് ഇന്നൊഴികെ ബാക്കി എല്ലാ ദിവസവും സെല്ലിംഗ് ആയിരുന്നു. DIയുടെ ഭാഗത്ത് നിന്ന് ആകെ 12,633 കോടി നെറ്റ് ബൈയിങ് ആയിരുന്നു ഈ ആഴ്ച നടന്നത്. FIയുടെ ഭാഗത്ത് നിന്ന് 4,003 കോടി നെറ്റ് സെല്ലിംഗ് ആയിരുന്നു ഇന്ന് നടന്നത്. ഈ ആഴ്ചത്തെ നിഫ്റ്റി ബാങ്ക്, നിഫ്റ്റി മിഡ് ക്യാപ്, സ്മോൾ ക്യാപ്, സെൻസെക്സ് എന്നിവയുടെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ ഇത് ലാസ്റ്റ് ഫ്രൈഡേ ക്ലോസിംഗ് മുതൽ ഇന്ന് ക്ലോസിംഗ് വരെയുള്ള സമ്മറി ഡീറ്റെയിൽസാണ് കാണിച്ചിരിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് ഈ ആഴ്ച 213 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി, 0.41% ഫോളോ കണ്ടു. നിഫ്റ്റി മിഡ് ക്യാപ് 394 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി, 0.64% റാലി നടത്തി. നിഫ്റ്റി സ്മോൾ ക്യാപ് 384 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി, 2.05% റാലി നടത്തി. സെൻസെക്സ് 663 പോയിൻറ്റ്സിൻ്റെ റാലി നടത്തി, 0.86% ഉയർച്ചയാണ് കാണാൻ സാധിച്ചത്. ഈ ആഴ്ചത്തെ സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ സെയിം ആണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലോസിംഗ് മുതൽ ഈ വെള്ളിയാഴ്ച ക്ലോസിംഗ് വരെയുള്ള അനാലിസിസ് ആണ് എടുത്തിരിക്കുന്നത്. നിഫ്റ്റി ഓട്ടോ ഈ ആഴ്ച 10 പോയിൻറ്റ്സിൻ്റെ ഉയർച്ച മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, 0.04% റാലി നടത്തി. നിഫ്റ്റി എനർജി 458 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി, 1.16% ഫോളോ നടത്തി. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 104 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി, 0.39% റാലി നടത്തി. നിഫ്റ്റി FMCG 677 പോയിൻറ്റ്സ് ഉയർന്ന് 1.37% റാലി നടത്തി. നിഫ്റ്റി ഹെൽത്ത് കെയർ 478 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി, 2.99% റാലി നടത്തി. നിഫ്റ്റി ഇൻഫ്ര 13 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി, 0.14% റാലി നടത്തി. നിഫ്റ്റി IT 108 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി, 0.40% റാലി നടത്തി. നിഫ്റ്റി മീഡിയ 2 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി, 0.17% റാലി നടത്തി. നിഫ്റ്റി മെറ്റൽ 152 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി, 1.23% റാലി നടത്തി. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് എന്നാൽ 7 പോയിൻറ്റ്സിൻ്റെ കുറവാണ് ഈ ആഴ്ച കാണാൻ സാധിച്ചത്, 0.06% ഫോളോ കണ്ടു. നിഫ്റ്റി ഫാർമ 175 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി, 3.11% റാലി നടത്തി. നിഫ്റ്റി PSU ബാങ്ക് 228 പോയിൻറ്റ്സ് കുറഞ്ഞ് 2.65% ഫോളോ നടത്തി. ആൻഡ് നിഫ്റ്റി റിയാലിറ്റി 64 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി, 7.81% റാലിയാണ് നടത്തിയത്. ഈ ആഴ്ച ഏറ്റവും കൂടുതൽ ഉയർന്നത് നിഫ്റ്റി റിയാലിറ്റിയാണ്, 7.81% റാലി നടത്തി. ഇതാണ് ഇന്നത്തെ പ്രധാന ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സുമായി നമുക്ക് മൺഡേ കാണാം. എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ഓൾ.